നെഹെമ്യാ അദ്ധ്യായം 12. പുരോഹിതന്മാരും ലേവ്യരും ശെയാൽത്തീയേലിൻ്റെ പുത്രൻ സെറുബ്ബാബേലിനോടും യെശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും സെറായ, ജെറമിയ, എസ്രാ, അമരിയ, മല്ലൂക്ക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹൂം, മെറേമോത്ത്, ഇദ്ദോ, ഗിന്നെത്തോയി, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ശമായ, യോയാറിബ്, യെദായ, സല്ലു, ആമോക്, ഹിൽക്കിയ, യെദായ. യെശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു: ലേവ്യർ യെശുവ, ബിന്നൂയി, കദ്മീയേൽ, ശെറബിയ, യൂദാ എന്നിവരും സ്തോത്രഗീതത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യെശുവ യോയാക്കിമിൻ്റെയും യോയാക്കിം എലിയാശിബിൻ്റെയും എലിയാശിബ് യോയാദായുടെയും യോയാദാ ജൊനാഥൻ്റെയും ജൊനാഥൻ യെദുവായുടെയും പിതാവായിരുന്നു. യോയാക്കിമിൻ്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ: സെറായ കുടുംബത്തിൽ മെറായ, ജെറമിയ കുടുംബത്തിൽ ഹനാനിയ, എസ്രാ കുടുംബത്തിൽ മെശുല്ലാം, അമരിയ കുടുംബത്തിൽ യെഹോഹനാൻ, മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാറിം കുടുംബത്തിൽ അദ്ന, മെറായോത്ത് കുടുംബത്തിൽ ഹെൽക്കായി, ഇദ്ദോ കുടുംബത്തിൽ സക്കറിയ, ഗിന്നഥോൻ കുടുംബത്തിൽ മെശുല്ലാം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ, മൊവാദിയ കുടുംബത്തിൽ പിൽത്തോയി, ബിൽഗ കുടുംബത്തിൽ ഷമുവ, ശമായ കുടുംബത്തിൽ യഹോനാഥാൻ, യയാബി കുടുംബത്തിൽ മത്തേനായി, യെദായ കുടുംബത്തിൽ ഉസി, സല്ലായി കുടുംബത്തിൽ കല്ലായി, അമോക് കുടുംബത്തിൽ ഏബർ, ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ, യെദായ കുടുംബത്തിൽ നെതനേൽ, എലിയാശിബ്, യോയാദ, യോഹനാൻ, യദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എലിയാശിബിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ശറബിയ, കദ്മീയേലിൻ്റെ പുത്രൻ യെശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെശുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസദാക്കിൻ്റെ പുത്രൻ യെശുവയുടെ പുത്രൻ യോയാക്കിമിൻ്റെയും ദേശാധിപനായ നെഹെമ്യായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. മതിലിൻ്റെ പ്രതിഷ്ഠ. ജെറുസലേം മതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവ്യരെ വരുത്തി. നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്ത് ഗിൽഗാൽ, ഗേബ, അസ്മാവെത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു. അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദായിലെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് 2 വലിയ ഗായകഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിനു മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോശായയും യൂദാപ്രഭുക്കളിൽ പകുതിയും, അസറിയ, എസ്രാ, മെശുല്ലാം, യൂദ, ബെഞ്ചമിൻ, ശമായ, ജെറമിയ എന്നിവരും കാഹളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. ജോനാഥൻ്റെ പുത്രൻ സക്കറിയായും ജോനാഥൻ ശെമായായുടെയും ശെമായ മത്താനിയായുടെയും മത്താനിയ മിക്കായായുടെയും മിക്കായ സക്കൂറിൻ്റെയും സക്കൂർ ആസാഫിൻ്റെയും പുത്രന്മാരായിരുന്നു. അവൻ്റെ സഹോദരന്മാരായ ശെമായ, അസറേൽ, മിലാലായി, ഗിലാലായി, മായി, നെതനേൽ, യൂദ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്രാ അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവൻ്റെ കൊട്ടാരത്തിൻ്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കലെത്തി. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടത്തുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ
എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യകവാടവും ഹനാനിൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപ്പുരയ്ക്കടുത്തുള്ള കവാടത്തിങ്കൽ എത്തിനിന്നു. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചു കൊണ്ടിരുന്ന 2 ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമൂതിക്കൊണ്ട് പുരോഹിതന്മാരായ ഏലിയാക്കിം, മാസേയ, മിനായാമിൻ, മിക്കായ, എലിയോവേനായി, സക്കറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മാസേയ, ശമായ, എലയാസർ, ഉസി, യഹോഹനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദൈവാലയത്തിലെത്തി. എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്ന് അവർ അനേകം ബലികളർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇട നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു. ജെറുസലേമിൻ്റെ ആഹ്ലാദത്തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിൻ്റെയും പുത്രൻ സോളമൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിൻ്റെയും നെഹെമ്യായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹറോൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവെക്കുകയും ചെയ്തിരുന്നു.